വാടി, നീയും കൂടെ വാടി കളിക്കാൻ. നല്ല രസവാടി. എന്നാ നീ കളിക്കണ്ട, നീ വീട്ടിൽ പൊക്കോന്ന്. അങ്ങനെ വഴിക്കുക. എടാ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഇരിക്കാതെ ഇങ്ങോട്ട് വാടാ കളിക്കാൻ. വരുവാടാ. ചിഞ്ചുവും മിന്നും നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ നിൽക്ക്. ഫസ്റ്റ് ഞങ്ങള് രണ്ടുപേരും കളിച്ചിട്ട് നിങ്ങളെ കളിപ്പിക്കാവേ. എറിഞ്ഞോടാ. അയ്യോ കിട്ടിയില്ല. ശരി എന്ത് ചെയ്യും? ഞാൻ എറിയാൻ പോവാണേ. ഞാൻ തോറ്റുപോയില്ല, ഇനി എന്ത് ചെയ്യും? എടാ ഇങ്ങോട്ട് വള്ളി ബോൾ എടുത്തോണ്ട് പോണ. കിട്ടിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടി എനിക്ക്, അവനും കിട്ടി കഴിഞ്ഞ പ്രാവശ്യം. ശരി. അയ്യോ അടിക്കാൻ പറ്റിയില്ലല്ലോ പെട്ടെന്ന്. കളിയൊക്കെ മതി, നമുക്കൊന്ന് വീട്ടിൽ പോവാ. എടി മിന്നു ഇതൊന്നും എടുക്കല്ലേ അങ്ങനെ. ഞാനാണെങ്കിൽ പോവാണ്. നിങ്ങൾ ഇവിടെ വരെ കൊണ്ടുവിടാൻ വന്ന ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളൊന്ന് പോവാ, നാളെ കാണാന്. ശരിയടാ. ഡി മിന്നു നീ ആണെങ്കിൽ ഒരു കുപ്പി കൊണ്ടുവന്നില്ലായിരുന്നു, ആ കുപ്പി എന്തി? ഡി മിന്നു നമുക്കൊന്ന് കിടന്നിറങ്ങാം, 10 മണിയായില്ലേ? എടി മിന്നു നീ എവിടെയാടി അത് കൊണ്ടുവച്ചേക്കുന്നത്? നീ എവിടെ കൊണ്ടുവച്ചേക്കുന്നല്ലേ പറയുന്നത്? എവിടെയാ കൊണ്ടുവച്ചേക്കുന്ന കുപ്പി? കുറച്ച് ചെളിയൊക്കെ പറ്റിയിരിപ്പുണ്ടല്ലോ, ആ റോഡിൽ കിടക്കുമല്ലായിരുന്നോ? അല്ല ചേട്ടൻ അത് എവിടെയെന്ന് അറിഞ്ഞിട്ട് അത് തല്ലി പൊട്ടിക്കണ്ടേ, കൊണ്ട് കളയണ്ടേ? അല്ല അയ്യോ അത് ഇവിടുന്ന് ചില്ല് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നേ. ഭയങ്കര ചില്ലിന്റെ സൗണ്ട് കേട്ടിട്ട് ഇവിടെ ഒറ്റ പാത്രം പോലും പൊട്ടിയിട്ടില്ലല്ലോ. പിന്നെ ആരായിരിക്കും ചില്ല് അടിച്ചു പൊട്ടിക്കുന്ന സൗണ്ട് വെച്ച്? ഇനി കള്ളന്മാരും വല്ലതും ആണോ? ഇനി ജനാല വല്ലതും പൊട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. ജനാലി ഒന്നും പൊട്ടിയിട്ടില്ലല്ലോ. ഒറ്റ പാത്രം പൊട്ടില്ല, ജനാലും പൊട്ടില്ല, പിന്നെ എന്താ സൗണ്ട് കേൾക്കുന്നേ? പക്ഷെ അമ്മ ഇവിടെ ഒരു ചില്ലും പൊട്ടിയില്ല, ജനാല ഒന്നും പൊട്ടിച്ചില്ല. ഒറ്റ പാത്രം, ഒറ്റ ഒരു ചില്ല് ഗ്ലാസ് ഒന്നും പൊട്ടിച്ചില്ല ഇവിടെ. പിന്നെ എന്താ അമ്മ സൗണ്ട് കേൾക്കുന്നത്? എനിക്ക് അതാ മനസ്സിലാകത്തെ. ഞാനൊന്നും കണ്ടില്ല നിന്റെ കുപ്പിയൊന്നും. അത് പിന്നെ അമ്മ മിന്നുവിനാണെങ്കിൽ ഞങ്ങൾ കളിക്കാൻ പോയപ്പോഴേ റോഡിൽ നിന്നാണെങ്കിൽ ഒരു കുപ്പി കിട്ടിയേ. അതിന് മിന്നുവിന് ഇഷ്ടപ്പെട്ടിട്ടേ മിന്നു എടുത്തോണ്ട് വന്നേ. അതുകൊണ്ട് മിന്നു ആണ് അടുക്കള വെച്ച്. ഇപ്പോഴാണെങ്കിൽ അടുക്കള കാണുന്നില്ല കുപ്പി. ഒന്ന് പോടി, നിന്റെ കുപ്പി എടുത്തോണ്ട് അടുക്കളല്ലേ എന്റെ പണി. അയ്യോ അത് ഇവിടുന്ന് ഒരു സൗണ്ട് കേൾക്കുന്നമ്മേ. ആർക്കറിയാമോ ഇത് എവിടുന്ന സൗണ്ട് കേൾക്കുന്നേന്ന്? അയ്യോ ഓടിക്കോ മക്കളെ. നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രി 12 മണി ആയതേ ഉള്ളല്ലോ. ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യാവോ? രമേശ് ചേട്ടനാണെങ്കിൽ ഇനി അടുത്ത ആഴ്ച വരത്തുള്ളൂ. ഭയങ്കര വലിയ വർക്കാന്നാ പറയുന്നത്. അയ്യോ വീണ്ടും സൗണ്ട് കേൾക്കുന്ന പ്രേതത്തിന്റെ. അമ്മ നമ്മൾ എന്ത് ചെയ്യും? രാത്രി നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ കണ്ണും കാണുന്നില്ല. അമ്മ ഫോൺ എടുത്തായിരുന്നു അമ്മയുടെ? എടുത്തില്ലടാ, മറന്നുപോയി. അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ടോർച്ച് അടിച്ചിട്ട് നമുക്ക് എങ്ങോട്ടെല്ലാം പോവായിരുന്നു. നമുക്ക് അപ്പുവിന്റെ വീട്ടിൽ പോയി, ഇവിടെ അടുത്തല്ലേ. എങ്ങനെ പോവും? ടോർച്ച് ഒന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യില്. അതും ശരിയാ അമ്മ. ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് എന്റെ. നമുക്കൊന്ന് പോവാം. ഇതാരായി രാത്രി വിളിക്കുന്നേ? അതെ ഇവിടെ ആരെങ്കിലും കണ്ടോ? നിങ്ങളോ? നിങ്ങൾ രാത്രി സമയത്ത് വന്നേ? അതൊന്നും പറയണ്ട. ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ഒരു പ്രേതം വന്ന്. നിങ്ങളുടെ വീട്ടിൽ പ്രേതോ? അതേടി രമ, ഞങ്ങളുടെ വീട്ടിൽ പ്രേതമുണ്ട്. നീ പൊടി, നീ എന്നെ പറ്റിക്കുന്നല്ലേ? എടി രമ, ഞാൻ സത്യമാ പറയുന്നേ. ആന്റി ആന്റി പുറയിലോട്ടൊന്നും തിരിഞ്ഞു നോക്കിക്കേ. അയ്യോ പ്രേതം ഓടിപ്പോ. ഉങ്കേ കൊന്നേ രക്തത്തിൽ കുടിപ്പേ. അയ്യോ ഞങ്ങളുടെ രക്തം കുടിക്കല്ലേ, ഞങ്ങൾ ഓടേ ഓടിക്കോ. ഉങ്ക എങ്ക പോറേ? ഞാൻ ഉങ്ക ഫോളോ ചെയ്യുക. അയ്യോ പാട്ടി, ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യല്ലേ പാട്ടി. വാട്ട് ഈസ് ദാറ്റ് ഈസ് യു? ഇതെന്താ ഈ പ്രേതം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോയിട്ടേ തോറ്റിട്ട് ചത്താന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നതാ. എന്നെ കളിയാക്കും. ഞാൻ പോവാ. ഇതിപ്പോ തമിഴ് പ്രേതമല്ലേ? ഇത് എന്താ സാധനമാണോ ഇത്? മലയാളവും പറയുന്നത്, തമിഴ് പറയുന്നത്, ഇംഗ്ലീഷും പറയുന്നത്. നീ
തുടങ്ങി. ഇനി തെലുങ്ക് കൂടെ പറയാവോ? ഈ തള്ള എനിക്ക് തെലുങ്ക് അറിയത്തില്ല. എന്നാ മോള് ചൈന ഭാഷ പറയാവോ? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളെ കൊന്ന് ചോറ് കുടിക്കും. അയ്യോ ഓടിക്കോ, പ്രേതത്തിന് ദേഷ്യമായി, എല്ലാരും ഓടിക്കോ. അയ്യോ അപ്പും ചിഞ്ചു റൂമിൽ കിടന്ന് ഉറങ്ങുമല്ലേ, ചിലപ്പോ ഈ പ്രേതം അവരെ എന്തെങ്കിലും ചെയ്താലോ. ആ അവരുടെ കുരിശുണ്ടല്ലോ, എന്തായാലും നമുക്കിപ്പോ ഓടി രക്ഷപ്പെടാം. നിക്കവിടെ, എനിക്ക് നിങ്ങളെ വേണം, ചോറ് കുടിക്കാനോ വേണം. ഓ രക്ഷപ്പെട്ട് രാവിലെയായി. ഓ ഓടി ഓടി എനിക്ക് വയ്യ. നമ്മളിപ്പോ എത്ര ദൂരം ഓടുന്നേ? സത്യം പറഞ്ഞ സ്ഥലം ഇത് എവിടെയാ? ഇത് കോവളം ബീച്ച് അല്ലേ സ്ഥലം? ഇനി അങ്ങോട്ട് കുറച്ചുകൂടി നടന്ന കോവളം ബീച്ച് ആവുമല്ലോ. നമ്മളെന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് എന്തായാലും ബീച്ചൊക്കെ കണ്ടിട്ട് പോവാം. ബീച്ച് കണ്ടിട്ട് പോവാനാ? നമ്മള് പ്രേതത്തിനെ കണ്ട് പേടിച്ചിരിക്കല്ലേ, അപ്പോഴത്തേക്ക് അവൾക്ക് ബീച്ച് കാണണമെന്ന്. എന്താടി കൊതി വരുന്നത്? എന്തായാലും പോവാൻ പാ. ഹായ്, എന്ത് രസം ഈ സ്ഥലം. അയ്യോ പ്രേതം വീണ്ടും വന്നേനാണ്, കടലിൽ അങ്ങ് നിൽക്കുന്നു. അയ്യോ നമ്മളിനി എന്ത് ചെയ്യും? ഓടിക്കോ. വേണ്ട, ആ പ്രേതം കരയിൽ കയറി. പ്രേതം ഇവിടെ എത്തി, ഓടിക്കോ. അയ്യോ ഓടി ഓടി വയ്യ. നമുക്കാണെങ്കിൽ ഒരു പള്ളി ലക്ഷന്റെ അടുത്ത് പോവാൻ പാ. അച്ഛാ, ഞങ്ങളുടെ പുറനാണെങ്കിൽ ഒരു പ്രേതമാണെങ്കിൽ ശല്യം ചെയ്തോണ്ട് കിടക്കുക. ഞങ്ങൾ എവിടെ പോയി ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുവാ. അതെന്തോ പ്രേതമായിരിക്കും. അയ്യോ ഞാനറിയത് പള്ളിക്കകത്ത് കയറി പോയി, ഞാനിപ്പോ ചത്തുപോയി. അയ്യോ രക്ഷിക്കണേ. ഇതാണോ പ്രേതം? പ്രേതം നശിച്ചു പോ പ്രേതമേ. ഇനി ആ പ്രേതത്തിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യം ഇല്ല കേട്ടോ. ശരി, വളരെ നന്ദിയുണ്ട്.